ഒരു കഥ പറയട്ടെ. കറുപ്പ് എന്നാണ് കഥയുടെ പേര്. അതായത് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നൊരു കഥ. ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൻ്റെ നിറത്തെ അസസ് ചെയ്തുകൊണ്ട് പലരും പറയുന്ന കമൻസുകൾ, അത് നമ്മളെ ഒരുപാട് ഹേർട്ട് ചെയ്യും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ മകളുടെ കുഞ്ഞായിരിക്കുമ്പോൾ, വെറും 2-3 മാസം മാത്രം പ്രായമുള്ള സമയത്ത് തന്നെ അവളുടെ നിറത്തെ എൻ്റെ മുമ്പിൽ വെച്ച് അവഹേളിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അന്നൊന്നും ഇന്നത്തെ ഞാനായിരുന്നില്ല. മറുപടി പറയാൻ പേടിച്ച്, അല്ലെങ്കിൽ പ്രതികരിക്കാൻ പലരെയും ഭയപ്പെട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളായിരുന്നു. ഇന്ന് എൻ്റെ കുട്ടിയെ ആരെങ്കിലും നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെങ്കിലും പേരിൽ അധിക്ഷേപിച്ചാൽ നല്ല മറുപടി കൊടുക്കാനുള്ള ധൈര്യം ഇന്ന് എനിക്കുണ്ട്. അപ്പോൾ അതല്ല വിഷയം. കഥ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ നമുക്ക് നിഷ എന്ന് വിളിക്കാം. അത് അവളായിട്ടുണ്ടാക്കിയൊരു പേരാണ്. അവളുടെ നിറത്തെ, അവളുടെ രൂപത്തെ, അല്ലെങ്കിൽ അവളെ പഠിക്കുന്ന സമയത്ത് കുടുംബത്ത് എല്ലാവരും ആ കുട്ടിയെ അങ്ങനെ പറഞ്ഞ് പരിഹസിച്ച് അവളായിട്ട് അവൾക്കിട്ടൊരു പേരാണ് നിഷ. ഈ കുട്ടി വളർന്നു വലുതായി. അവളിങ്ങനെ ഒരു പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ കുട്ടിയെ പരിഹസിക്കുക, ഇവൾ കറുത്തിട്ടല്ലേ, അവളിങ്ങനെ വളരെ മോശമായ രീതിയിലൊക്കെ കമൻസൊക്കെ പറയുന്നത് ഇവളുടെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും വിഷമാണ്. പക്ഷേ ഈ കുട്ടി പഠിച്ചു മുന്നോട്ട് പോയി. ഇവളിങ്ങനെ ഒരാളെ ഈ കുട്ടി ശ്രദ്ധിക്കുകയാണ്. അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഒരു അടുപ്പോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും തോന്നില്ല. കാരണം അവളെ ആരും പ്രണയിക്കാൻ തയ്യാറാവില്ല എന്ന് അവൾക്ക് ബോധ്യമുള്ളത് കൊണ്ടോ മറ്റോ എന്താണെന്നറിയില്ല, ആ കുട്ടി ഇങ്ങനെ അത്തരം കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്ന ഒരു പെൺകുട്ടി. നമുക്കങ്ങനെയല്ലേ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. കഥാപാത്രവും അങ്ങനെയാണ്. അങ്ങനെ ഈ കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ ഒരാളെ ഇങ്ങനെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര കൗതുകം തോന്നുകയാണ്. അങ്ങനെ പരിചയപ്പെടുകയാണ്. അയാളും അവളെ ഇങ്ങനെ വല്ലാതെ വീക്ഷിക്കുക, ഭയങ്കരമായി നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ കൗതുകത്തോടു കൂടി നോക്കുക. അവർ സംസാരിക്കുമ്പോൾ വളരെ നല്ലൊരു മനുഷ്യനായിട്ട് അവൾക്ക് അയാളെ തോന്നുകയാണ്. അവൾ അയാളിൽ അടിമപ്പെട്ടു പോവുകയാണ്. ഒരുപാട് ഇഷ്ടം അവൾക്കത് അത്ര കാലം തോന്നാത്തൊരു ഒരു വികാരം ആ ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ മറ്റൊരാളോട്, ഒരു പുരുഷനോട് തോന്നുക. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ പിന്നെ അയാളെ കാത്തിരിക്കുക, അയാളുടെ വരവിനായി കാത്തിരിക്കുക, അയാളോട് സംസാരിക്കാൻ കാത്തിരിക്കുക. പ്രണയത്തിന് അങ്ങനെ വല്ലാത്തൊരു വശം ഉണ്ടല്ലോ. മറ്റൊന്നും അവിടെ ഒന്നും പ്രതിബന്ധങ്ങളല്ല. ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം, ആ ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്ന ഒരാളായി നമ്മൾ മാറും. അപ്പോൾ ഈ കുട്ടിയും അങ്ങനെ ആയി. അങ്ങനെ ഒരു സമയത്ത് വെച്ച് ഇയാൾ ഈ കുട്ടിയെ വല്ലാതെ വീക്ഷിക്കുന്നത് പോലെ ഈ കുട്ടിക്ക് തോന്നുമ്പോൾ ഈ കുട്ടിക്ക് തോന്നുകയാണ്, ഇനിയിപ്പോൾ ഇയാൾ എൻ്റെ മനസ്സിനല്ലേ, എൻ്റെ ശരീരത്തെയാണോ? കാരണം ഈ കറുപ്പ് ഇയാൾക്കൊരു വിഷയമായിട്ട് ഇവരുടെ സംസാരത്തിൽ ഒരിക്കലും വന്നിട്ടില്ല. അപ്പം ഈ കുട്ടിക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഇനിയിപ്പോൾ എൻ്റെ ശരീരത്തെയാണോ, എൻ്റെ മനസ്സിനെയല്ലേ, എന്നെയല്ലേ എന്ന് ഈ കുട്ടിക്ക് തോന്നുകയാണ്. കാരണം ഇയാളുടെ കണ്ണുകൾ വല്ലാതെ ഈ കുട്ടിയുടെ മേലിങ്ങനെ, ആ കുട്ടിക്ക് തന്നെ ഒരു അസ്വസ്ഥതയല്ല, പക്ഷേ ആ കുട്ടിക്ക് ഇങ്ങനെ ഉള്ളിലൊരു തോന്നൽ വരിക. കാരണം അത്രമാത്രം അവൾക്ക് അവളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടല്ലോ. അങ്ങനെ പിന്നൊരു ദിവസം ട്രെയിൻ യാത്രയിലാണ് ഇവർ സംസാരിക്കുന്നതും, ഒന്നിച്ചൊരു കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇവർ സംസാരിക്കുന്നത്. ഈ കുട്ടി കുടിച്ച ചായ ഗ്ലാസ് വരെ, അതായത് മധുരമിട്ട ചായയും മധുരമിടാത്ത ചായയും കൊണ്ടുവന്നപ്പോൾ ഇയാൾക്ക് മധുരമിടാത്ത ചായയാണ് വേണ്ടത്, ഈ കുട്ടിക്ക് മധുരമിട്ടതാണ്. പക്ഷേ ഗ്ലാസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ ഈ കുട്ടി ചുണ്ടോട് ചേർത്ത ചായക്കപ്പ് വരെ അയാൾ മേടിച്ച് കുടിച്ച് അത്രയും ഒരു നല്ലൊരു ബന്ധം കൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇവളിങ്ങനെ അയാൾക്ക് എന്തോ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ പിന്നെ ഒരു ചായക്കപ്പ് ഓടിക്കതച്ചു ചായ മേടിക്കുമ്പോൾ ഒരു കപ്പിൽ ചായയായിട്ട് വരിക. ഇവൾ കൈ വീശുമ്പോൾ അയാൾ ശ്രദ്ധിച്ചതായിട്ട് ഇവൾക്ക് തോന്നുന്നില്ല. ഓടിക്കതച്ചുകൊണ്ട് ഒരു ദിവസം അയാളിങ്ങനെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വന്നിട്ട് ഇവൾ എവിടെ പോയി, എന്താ, നമുക്കും അങ്ങനെയാണല്ലോ സ്വാഭാവികമായും. നമ്മളൊരാൾ വല്ലാതെ നമ്മളങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഓരോ പെരുമാറ്റവും നമുക്ക് അവഗണനയാവട്ടെ, അയാളുടെ മിണ്ടാതെ നടക്കലോ അല്ലെങ്കിലൊക്കെ നമുക്ക് ഹേർട്ടാവുമല്ലോ. ആ പ്രണയിക്കുന്ന വ്യക്തിക്ക്
അങ്ങനെ തോന്നും. അപ്പോൾ ഇയാൾ ഈ കുട്ടിയോട് പറയാണ്, എൻ്റെ ആ വർക്ക് കംപ്ലീറ്റായി. ഒരു ഇയാളൊരു ചിത്രകാരനാണ് കേട്ടോ. അപ്പം മാധവിക്കുട്ടിയുടെ ഒരു നോവലിന് വേണ്ടിയിട്ട് ഒരു പതിപ്പിൽ ഇയാൾ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. അതിലൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. ആ കഥാപാത്രത്തിന് നിന്നെയാണ് ഞാൻ എന്താ പറയുക, എഡിറ്റ് ചെയ്ത് വരച്ച് തീർത്തു. എന്താ പറയുക, 37 ചാപ്റ്റർ ഉണ്ട്. അതിൽ മുഴുവൻ നിൻ്റെ ചിത്രങ്ങൾ ഞാൻ വരച്ചു. ഭയങ്കര ആശ്വാസമായി എന്ന് അയാൾ പറയാണ്. അതൊന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ പറയാണ്, താങ്ക്സ് ഫോർ എവറിത്തിങ്, യു ആർ റിയലി വണ്ടർഫുൾ. ഒന്ന് നിർത്തിയിട്ട് അയാൾ ശബ്ദം കുറച്ച് സാവധാനം പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ കാണേണ്ട ആവശ്യമില്ല, ബൈ. ആ കുട്ടിയെ അയാൾ എങ്ങനെയാണ് നോക്കിയത്, എങ്ങനെയാണ് കണ്ടത്? അയാളുടെ ആവശ്യത്തിന് വേണ്ടി. അയാൾക്ക് ചിത്രം വരയ്ക്കാനൊരു മുഖം, അയാൾക്ക് അയാളുടെ എന്താ പറയുക, അയാളുടെ കഴിവ് തെളിയിക്കാനുള്ളൊരു രൂപത്തെ, അല്ലേ? അയാൾ അങ്ങനെയാണ് ആ കുട്ടിയെ കണ്ടത്. അയാളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം. അവൾ ഇടപഴകിയതോ, അയാളെ കണ്ടതുപോലെയല്ല അയാൾ അവളെ കണ്ടത്. ഒരു തരത്തിൽ അവിടെ എന്താ നമ്മൾ പറയുക, അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആ കുട്ടിയെ നോക്കിയതും കണ്ടതും സംസാരിച്ചതും അടുത്തിടപഴകിയതും എല്ലാം. ആ കുട്ടി അവിടെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത്, അല്ലേ? അവൾ വിചാരിച്ചു അവളെ സ്നേഹിക്കാൻ ഒരാൾ, അവളെ മനസ്സിലാക്കാൻ ഒരാൾ. പക്ഷെ അങ്ങനെയല്ല. ഇങ്ങനെ തന്നെയല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ വന്നു പോകുന്ന പലരും. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ സമീപിക്കുന്നു. നമ്മൾ അവർക്ക് വേണ്ടി സമയവും നമ്മുടെ എഫേർട്ട്, നമ്മുടെ എല്ലാം നമ്മൾ കൊടുക്കും, അല്ലേ? നമ്മളെല്ലാ തരത്തിലും അവരോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായി മാറും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട സാധനം എന്ന് പറയുന്നത് സമയമല്ലേ, നേരമല്ലേ? അത് അവർക്ക് വേണ്ടി നമ്മൾ അത്രത്തോളം മാറ്റി വയ്ക്കുമ്പോൾ ഒരു തരത്തിലും പരിഗണിക്കാതെ, പുല്ലുവില പോലും കൽപ്പിക്കാതെ കടന്നു പോകുന്ന ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും, അല്ലേ? അങ്ങനെയുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഒരാളായിട്ടാണ് ഞാൻ ഇടപഴകുന്നത്, ഇങ്ങനെയുള്ള ഒരാളാണിത്, എൻ്റെ സമയത്തിനോ എൻ്റെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ആത്മാർത്ഥതയ്ക്കോ ഒരു മൂല്യവും കൽപ്പിക്കാത്ത ആളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമോ? പഴകെ നമുക്ക് മനസ്സിലാവും, അല്ലേ? പക്ഷെ അത് മനസ്സിലായിട്ടും ഈ നിൽക്കുന്ന ആൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നതൊന്നും അയാൾക്കൊരു വിലയില്ല എന്ന് മനസ്സിലായിട്ടാണെങ്കിലും നമ്മൾ അവിടെ തുടർന്നു പോകും ചിലയിടങ്ങളിൽ, അല്ലേ? അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഇത് ഞാൻ വായിച്ചത് എൻ്റെ പ്രിയ നോവലേറ്റുകൾ എം മുകുന്ദൻ്റെ പ്രിയപ്പെട്ട നോവലേറ്റുകൾ. ഞാൻ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. വായിച്ചു തുടങ്ങിയ ആദ്യത്തെ കഥയാണ് ഈ കറുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, രസമായിട്ട് തോന്നി. അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ എന്താ പറയുക, വസൂലാക്കുന്നത്, അത് കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അത് അങ്ങനെ ഒരാളെ അങ്ങനെ നമ്മൾ ഒരു പരിഗണനയും കൊടുക്കാതെ, ഒരു വിലയും കൊടുക്കാതെ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി നമ്മൾ ചേർത്ത് നിർത്തി കാര്യം കഴിയുമ്പോൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കർമ്മ നമ്മൾ നേരിടാതിരിക്കില്ല, അല്ലേ? കഥയാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും.